നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാൻ എന്തെങ്കിലും മറുപടി പറ. അതോ എന്ന് നമ്മൾ കമ്പനിയുടെ ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നോട്ടെന്നോ? ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, ചെയർപേഴ്സൺ ആയിട്ട് ഒപ്പുവെക്കലും കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ബ്രൗഷറിലും ബുക്ക്ലെറ്റിലും ഫ്ലെക്സിലും എല്ലാം പാർവതിയുടെ ഫോട്ടോ ആയിരിക്കും. നമുക്ക് അതും കണ്ടോണ്ടിരിക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ? എടാ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഓരോന്നാലോചിച്ച് എനിക്കിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇനി നീ ആയിട്ട് എന്റെ ഭ്രാന്ത് കൂട്ടരുത്. ചേച്ചി, ഭ്രാന്ത് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സമയം പാഴാക്കാതെ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ നോക്കണം. ഇല്ലെങ്കിലേ ദേ ആയുഷ്കാലം മുഴുവനും നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഇരിപ്പ് ഇരിക്കേണ്ടി വരും. അങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കിയിരിക്കാനല്ല ഞാനും നീയും ഈ വീട്ടിലേക്ക് വന്നത്. ഇപ്പൊ സമയം പാർവതിക്ക് അനുകൂലമാണെന്ന് കരുതി എന്നും അങ്ങനെ ആവണമെന്നില്ല. അവളെ വീഴ്ത്താൻ നമുക്ക് ഒരു അവസരം വന്നു ചേരും പ്രതാപ. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. ആന്റി, ഇപ്പൊ സമാധാനായല്ലോ. അവള് കമ്പനിയുടെ ചെയർപേഴ്സണുമായി ആന്റിക്ക് കമ്പനിയിലുള്ള സ്ഥാനവും നഷ്ടപ്പെട്ടു. അതിപ്പോ കമ്പനിയുടെ റൂളല്ലേ ജാസ്മിൻ, അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. എന്ത് റൂളായാലും ശരി, ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്താ ഇപ്പൊ അവള് കേറിയിരിക്കുന്നത്. എനിക്കിതെല്ലാം നഷ്ടപ്പെടാൻ കാരണമേ ആന്റി ഒറ്റൊരാളാ. ആന്റി എന്റെ കാര്യത്തിൽ ഉദാസീനത കാണിക്കാതിരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ വിശാലിന്റെ ഭാര്യ ആവുമായിരുന്നു, കമ്പനിയുടെ ചെയർപേഴ്സണും ആവുമായിരുന്നു. മണിചന്ദ്രമാല കഴുത്തിലിട്ട് നടക്കുകയും ചെയ്യായിരുന്നു. ജാസ്മിനെ, വിശാലിനെ നമ്മൾ ഒരുവിധം നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലല്ലേ അവൻ കളം മാറി പാർവതിയായിട്ട് കൂടുതൽ അടുത്തത്. പാർവതിയെ വലിയ അവജ്ഞയോടെ കണ്ടിരുന്ന വിശാലിന്റെ മനസ്സ് പെട്ടെന്ന് എങ്ങനെയാണ് മാറി അവളോട് അടുത്തത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ചിലപ്പോ അവള് കാര്യമായ തലയണ മന്ത്രം പ്രയോഗിച്ച് കാണും. അതിലായിരിക്കും ചിലപ്പോ അവൻ വീണത്. എന്ത് കുന്തമായാലും ശരി, പാർവതി നമ്മളെക്കാൾ നല്ല ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുമില്ല. ജാസ്മിൻ, അവൾ എന്ത് ബുദ്ധി പ്രയോഗിച്ചാണോ വിശാലിനെ അവളുടെ പാട്ടിലാക്കിയത്, അതേ ബുദ്ധി നീയും പ്രയോഗിക്കണം. നീ പാർവതിയെ തൽക്കാലം മറന്നേക്ക്, എന്നിട്ട് വിശാലുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്ക്. അതിനൊക്കെ ഇനി ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നേ. എനിക്കതിനുള്ള ക്ഷമയൊന്നുമില്ല. പാർവതി ബുദ്ധി ഉപയോഗിച്ചാണ് കളിക്കുന്നതെങ്കിലേ അതിനേക്കാള് ബുദ്ധിയും തന്ത്രവും ഞാൻ പുറത്തെടുക്കും. ഓണം കേറാ മൂലയിൽ വളർന്ന അവളുടെ ബുദ്ധിയല്ല, അമേരിക്കയിൽ ജനിച്ചു വളർന്ന എന്റെ ബുദ്ധി. ഞാൻ ആരാണെന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ, നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എന്താ ചെയ്യാൻ പോന്നേന്ന് വഴിയെ നിങ്ങൾ അറിഞ്ഞോളൂ. അവള് നല്ല ആവേശത്തിലാണല്ലോ പോയത്. എന്താണോ അവളുടെ പ്ലാൻ? വല്ല സ്ലോ പോയിസണും കൊടുത്ത് രഹസ്യമായി പാർവതിയെ കൊല്ലാനായിരിക്കും അവളുടെ പ്ലാൻ. അല്ലാതെ അവൾ എന്ത് ചെയ്യാണ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.